കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും മുന്നോട്ടുള്ള യാത്രയിൽ ഒത്തിരി അധികം പ്രധാനപ്പെട്ട. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുന്ന പ്രതീക്ഷയോടെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. പല്ലവി ക്ലാസ്സിലേക്ക് വരുവാണ്. ഈ സമയത്ത് സ്വാതിയും ഇന്ദ്രനൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇന്ദ്രനാണെങ്കിൽ ഡെസ്കിന് മുകളിൽ കയറി ഇരുന്നിട്ട് ഭയങ്കര സംസാരമാണ് സ്വാതിയോട്. അതും വലിയ പൊങ്ങച്ച് വർത്താനം തന്നെയാണ്. ഇത് പല്ലവി കേട്ടു. കാരണം തനിക്കൊന്ന് ക്ലാസ് എടുക്കാൻ അറിയത്തില്ല, ഇതിനേക്കാൾ നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന വേറെ ടീച്ചർമാരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല്ലവി അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുട്ടികളെല്ലാം കൂടെ എഴുന്നേക്കുവാണ്. എഴുന്നേറ്റിട്ട് പല്ലവി പറഞ്ഞ ഇരിക്കാനൊക്കെ പറയാം, ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞതിന് ശേഷം പല്ലവി ഇരിക്കാനൊക്കെ പറയാണ്. പിന്നീട് ഇന്ദ്രനോട് ചോദിച്ചു, അല്ല എന്നെക്കാളും കൂടുതലായിട്ട് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ അറിയാവുന്ന വേറെ ആളുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇന്ദ്രിയത്ത് അവരുടെ ക്ലാസ്സിൽ പോയിരുന്നു, എന്റെ ക്ലാസ്സിൽ ഇരിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ലെന്ന് പറയാണ്. ഇത് കേട്ടത് ഇന്ദ്രൻ പറഞ്ഞു, അങ്ങനെയൊന്നൊരു ടീച്ചറെ, അത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞല്ലേന്ന് ചോദിക്കും. ഇനി വെറുതെ ആണെങ്കിലും കാര്യത്തിനാണെങ്കിലും എന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇരുന്നാൽ മതി, ഇരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം, അല്ലാത്തവർക്കൊക്കെ വെളിയിൽ പോകാന്ന് പറയണം. ഇത് കേട്ടതും ഇന്ദ്രൻ ദേഷ്യമൊക്കെ വന്നു. പക്ഷെ പറയാൻ പറ്റില്ലോ, ഒന്നും മിണ്ടാൻ പറ്റത്തില്ലോ. ഇനിയിപ്പൊ എന്തേലും പറഞ്ഞു പോയിട്ട് തന്നെ ക്ലാസ്സിൽ നിന്ന് ചാടിച്ചു വിട്ടാലോ. ഇവളുടെ ക്ലാസ്സിൽ തനിക്ക് ഇരിക്കണം. പിന്നീട് സാദിനെ പതുക്കെ തോണ്ടുവാണ് പുറയിരുന്നിട്ട്. അപ്പൊ സാദി തിരിച്ചിട്ട് എന്താന്ന് ചോദിക്കണേ. ഒന്നുമില്ല എന്ന് പറയണം. അപ്പൊ സാദിക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലായി. പിന്നീട് പല്ലവിച്ച് എന്താ ഇന്ദ്ര കാര്യം ചോദിക്കുക. അത് പിന്നെ ടീച്ചറെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം. എന്താ? അല്ല ഇന്നെന്റെ ബർത്ത്ഡേ ആന്ന് പറയണം. അതിനിപ്പം അല്ല ഒന്നുമില്ല, ടീച്ചറൊന്ന് വിഷ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അല്ല തന്നെ ഇവിടെ വിഷ് ചെയ്യാനല്ലോ ഞാൻ ഈ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്, പഠിപ്പിക്കാനല്ലേന്ന് ചോദിക്കണോ. അല്ല ടീച്ചറെ ഒന്ന് വിഷ് ചെയ്യുവാണെങ്കിൽ കൂടുതലൊന്നും താൻ പറയണ്ടെന്ന് പറയണം. പല്ലവിക്ക് നല്ല ദേഷ്യം വന്നേ. പല്ലവിക്ക് മനസ്സിലായി തന്നെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടിട്ട് ഇന്ദ്രൻ അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം. പിന്നീട് പല്ലവി പറഞ്ഞു, എല്ലാരും ടെസ്റ്റ് ഒക്കെ എടുക്കാൻ പറയണം. അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ ഇന്ദ്രനാണെങ്കിൽ അവിടെ ഇരുന്ന് അടങ്ങിയിരുന്നില്ല. വെറുതെ ഇങ്ങനെ ഓരോന്ന് കിളിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പല്ലവിക്ക് ഇത് കണ്ടുകഴിയുമ്പോൾ നല്ല ദേഷ്യം വന്നു. പല്ലവിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാന്നുള്ള കാര്യം പല്ലവിക്ക് മനസ്സിലാകും ചെയ്തു. പല്ലവി അത് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ക്ലാസ് ഒക്കെ അവസാനിപ്പിച്ച് പല്ലവി അങ്ങോട്ട് പോവാണ്. പിന്നീട് പല്ലവി ക്ലാസ് എടുത്ത് പോയോണ്ട് സ്വാതി പറഞ്ഞു, ഇപ്പോഴാ ഒരു സമാധാനമായത്, ഇത്ര സമയമാണ് എന്തൊരു ബോറടി ആയിരുന്നു പറയാണ്. ഇത് കേട്ടപ്പോ നിരഞ്ജന പറഞ്ഞു, അല്ല എനിക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ക്ലാസ് ആണെന്ന് പറയാം പല്ലവി ടീച്ചർ. നിനക്ക് പിന്നെ ഇഷ്ടപ്പെടും, നിനക്ക് പിന്നെ പല്ലവി ടീച്ചർ ഇഷ്ടമാണല്ലോ, പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണം. ആ സമയം ഇന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ ക്ലാസ് മഹാബോറാ, പക്ഷെ പല്ലവി ടീച്ചർ ആയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് കേട്ടോണ്ടിരുന്നോളെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജന ചോദിച്ചു, അല്ല ഇന്ന് ബർത്ത്ഡേ അല്ലേ, അപ്പൊ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ടെന്ന് ചോദിക്കും. സാധി പറഞ്ഞു, അത് ശരിയാ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ടെന്ന് ചോദിക്കാം. ആണോ, എന്നാ നമുക്ക് സെലിബ്രേറ്റ് ചെയ്തേക്കാം, നമുക്ക് കേക്ക് കട്ട് ചെയ്ത് തന്നെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്തേക്കാന്ന് പറയണം. പിന്നീട് എല്ലാരും കൂടെ എന്ത് ചെയ്യണം, ക്യാൻറ്റീനിൽ അങ്ങോട്ട് പോവാണ്. ക്യാൻറ്റീനും കൂടി എന്നിട്ട് അവിടെ മിത്രേട്ടനൊക്കെ ഉണ്ടായിരുന്നു. മിത്രേട്ടനും സേതും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ട് ഇരുന്നത്. മിത്രനോട് പറഞ്ഞു, അതെ ഒരു കേക്ക് വേണമെന്ന് പറയണം. ഇത് കേട്ടതും സേതു ഇങ്ങനെ നോക്കി, അതെ ഇന്ന് എന്റെ ബർത്ത്ഡേയാ, അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഇന്ന് കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് ആഘോഷിക്കാനായിട്ട് പോവാം, നിങ്ങളും പോരെ, ഞങ്ങളുടെ കൂടെ കൂടിക്കോളാൻ പറയാണ്, നിനക്കും വേണം വരാന്നൊക്കെ സേതുവിനോട് പറയാം. സേതു മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല. സേതു മൈൻഡ് ചെയ്യാതെ അവിടെ ഇരുന്നു. പിന്നീട് എല്ലാരും കൂടെ ക്യാൻറ്റീനിൽ അങ്ങോട്ട് വരുവാണ്. ക്യാൻറ്റീനിലേക്ക് സ്വാതിയും നിരഞ്ജനയും അങ്ങനെ ഫ്രണ്ട്സും എല്ലാരും കൂടെ ഉണ്ട്. അവിടെ വെച്ച് അങ്ങനെ കേക്ക് കട്ടി വേണം. കേക്ക് കട്ട് ചെയ്ത് പാർട്ടി പോപ്പൊക്കെ പിടിച്ച് ഭയങ്കര ഗംഭീരമാക്കുവാണ്. അങ്ങനെ ഇന്ദ്രൻ ആദ്യം കേക്ക് കട്ട് ചെയ്തിട്ട് അത് സ്വാതിയുടെ വായിലേക്കാണ് വെച്ചു കൊടുക്കുന്നത്. ഇത് സേതുവിനെ കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. സേതു കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് സേതുവിന് അടിമുടി അങ്ങോട്ട് പെരുത്ത് കയറി. പെട്ടെന്ന് സേതു രണ്ടും കൽപ്പിച്ച് അങ്ങ് ചാടി എഴുന്നേക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മിത്രനും ഉണ്ണിക്കുട്ടനും കയറി അങ്ങോട്ട് പിടിക്കണം. വേണ്ട സേതു, ഇപ്പൊ ഒന്നിനും പോകണ്ടെന്ന് പറയാണ്, അതിനുള്ള പണി നമുക്ക് കൊടുക്കാന്ന് പറയാണ്. പിന്നീട് ഭയങ്കരമായിട്ട് അവിടെ ഒച്ചപ്പാടും ബേളമായിട്ട് അവരങ്ങനെ അടിച്ചു പൊളിക്കാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും സഹിച്ചില്ല സേതുവിനെ അങ്ങോട്ട്. സേതുവിനെ മനസ്സിലായി തന്നെ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം. ആ സമയത്ത് പല്ലവി അങ്ങോട്ട് വരുന്നേ. പല്ലവിയും കണ്ട് ഈ കാഴ്ചകളൊക്കെ പല്ലവിക്ക് നല്ല ദേഷ്യമൊക്കെ വന്നു. പക്ഷെ ഇപ്പോഴെ വെച്ച് ആദ്യമൊന്നും പറയാൻ പോലും പറ്റില്ല. എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പോ തന്നെ നാണം കെടുത്തു എന്ന് മനസ്സിലായി. അപ്പൊ കേക്കൊക്കെ കട്ട് ചെയ്ത് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് സേതുവിനോട് അവിടെ ഇരുന്നിട്ട് ഇന്ദ്രൻ വിളിച്ചോണ്ട്, എടാ നിനക്ക് വേണമെങ്കിൽ ഒരു വന്ന് കേക്ക് പീസ് എടുത്ത് കഴിച്ചോളാനൊക്കെ പറയണം. സേതു പറഞ്ഞു, വേണ്ട നീ തന്നെ അങ്ങോട്ട് മൊത്തം കഴിച്ചോളാൻ പറയണം. മിത്രം പറഞ്ഞു, ആ കേക്കിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറയണം. പിന്നീട് അവർ കുറച്ച് സമയം കൂടെ അവിടെ നിന്നിട്ട് സേതുവിന്റെ മുന്നിൽ നിന്നിട്ട് വലിയ ആള് കളിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇത് പല്ലവിയും കണ്ടു. പല്ലവിക്കും അങ്ങോട്ട് സഹിച്ചില്ല. പല്ലവിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിന്നീട് പല്ലവി എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന്റെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ സേതുവിന്റെ അടുത്ത് വന്നിട്ട്, സേതുവേട്ട ഒരാളെ തല്ലാൻ പറ്റുമെന്ന് ചോദിക്കാം. എന്ത്? അല്ല പറ്റുമെങ്കിൽ ആ ഇന്ദ്രനിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. എന്ത് പറ്റി? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവന്റെ അഹങ്കാരം കണ്ടില്ലേ,
അവൻ ആരാന്ന് അവന്റെ വിചാരം? നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രം. അത് മാത്രല്ല, ഇപ്പൊ അവന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? സ്വാധീനെ കയ്യിലെടുക്കുക. സ്വാധീനെ കയ്യിലെടുക്കുവാണെങ്കിൽ അതുവഴി എന്നെ സ്വാധീനിക്കാനായിട്ട് കഴിയും എന്നൊരു ചിന്തയൊക്കെ അവന്റെ മനസ്സിലുണ്ട്. അത് മാത്രമല്ല, സ്വാധീനെ വെച്ച് അവൻ വേറെ എന്തൊക്കെയോ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്വാതിയാണെങ്കിൽ എന്നെ ശത്രുവിനെ പോലെ കാണുന്നോണ്ട് ഇന്ദ്രനായിട്ട് പെട്ടെന്ന് അടുക്കുകയും ചെയ്യും. അത് അപകടമാണെന്ന് പറയാണ്. ഇത് കേട്ടോണ്ടാണ് മിത്രേട്ടൻ അങ്ങോട്ട് വരുന്നത്. മിത്രേട്ടൻ പറഞ്ഞു, നിങ്ങൾ ആരും പേടിക്കണ്ടെന്ന് പറയാണ്. എന്താ? അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാന്ന് പറയാണ്. പണി കൊടുത്തോളാന്ന്. അവൻ കുറച്ച് കഴിയുമ്പത്തേനോട് ചായ കുടിക്കാൻ വരും. ആ ചായ കുടിക്കാൻ വരുന്ന സമയത്ത് അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാന്ന് പറയാണ്. ഇത് കേട്ട സേതുവിന് മനസ്സിലായി മിത്രേട്ടൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. പിന്നീട് പല്ലവി ക്ലാസ്സിലേക്ക് പോയിക്കൊള്ളാൻ പറയാണ്. അങ്ങനെ പല്ലവി ക്ലാസ്സിലേക്ക് പോയി. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പതിവ് പോലെ ഇന്ദ്രൻ ചായ കുടിക്കാനായിട്ട് ക്യാൻറ്റീനിലേക്ക് വരുവാണ്. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഈ സമയം സേതു വന്നിട്ട് ചോദിച്ചാൽ, അല്ല എന്ത് പരിപാടിയാ കൊടുത്തേന്ന് ചോദിക്കാം. അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും എന്ന് പറയാം. ഇതേ കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്ന അവനെ കളി പഠിപ്പിച്ചു വിട്ടുള്ളൂ. അവൻ ആരോടെ കിടന്ന് കളിക്കുന്നേ? ഇവനല്ല, ഇവന്റെ വലിയ പുള്ളീനെ വലിയ മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അല്ലേ ഇതേ ഞാഞ്ഞൂര് പോലുള്ള ഇവനെന്ന് പറയാണ്. ഇതും പറഞ്ഞ് മിത്രേട്ടൻ ചിരിച്ചു കഴിയുമ്പത്തേനും സേതുവിന് മനസ്സിലായി എന്തോ നല്ലൊരു പണി അവനിട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷെ അത് വേറൊരു പണിയായിരുന്നില്ല, നല്ല ഒന്നാം തരം പണി തന്നെയായിരുന്നു. കാരണം ചായക്കകത്ത് അന്ന് വിമ്മ് കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചു കഴിഞ്ഞിട്ട് ക്ലാസ്സിനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനാണ് നിൽക്കത്തില്ല. ഇന്ദ്രൻ ഓടി ബാത്റൂമിലേക്ക് ഓടുകയാണ്. വീണ്ടും വന്നു. ഇത് തന്നെ പരിപാടി. ഇന്ദ്രന് മനസ്സിലായി തനിക്കിട്ട് എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം. അത് പക്ഷെ ക്യാൻറ്റീനിൽ നിന്നാണോ എങ്ങനെ സംഭവിച്ചെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയിൽ ഇന്ദ്രൻ കിടന്ന് നെട്ടോട്ട് ഓടുകയാണ്. പിന്നീട് പല്ലവി വൈകുന്നേരം കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്താണ് പാറുവിന്റെ കോള് വരുന്നത്. പാറു വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി ഇന്നലെ ചേച്ചി രാത്രി ഒരു മെസ്സേജ് ഇട്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല, എന്താ ചേച്ചി അവിടെ സംഭവിച്ചോണ്ടിരിക്കണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഗോവിന്ദൻ നമ്പൂതിരി വന്ന് പ്രശ്നം വെച്ച് നോക്കിയത് എല്ലാ കാര്യങ്ങളും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പാറു പറഞ്ഞു, കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാന്നു. അല്ല ചേച്ചിക്ക് ആരെയോ സംശയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ആരെയാന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ എന്റെ സംശയം മാത്രം, ചേച്ചി കാര്യം പറ, എനിക്ക് ആ പ്രതാപനെ സംശയം എന്ന് പറയണേ. പ്രതാപന് അയാളെ? അതെ, അയാളുടെ നിപ്പും മട്ടും ഭാവം അത്ര ശരിയായിട്ട് എനിക്ക് തോന്നില്ല. പക്ഷെ എനിക്ക് സേതുവേട്ടനോട് പോലും പറയാനായിട്ടൊരു മടിയാ. കാരണം സേതുവേട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സേതുവേട്ടൻ വെറുതെ ഇരിക്കത്തില്ല. ഇതെന്റെ സംശയം മാത്രല്ലേ, അതിൽ എത്ര സത്യാവസ്ഥയുണ്ടെന്നും അറിയത്തില്ലെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ പാറു, ചേച്ചി സൂക്ഷിക്കുന്ന കേട്ടോ, കാരണം അയാൾ അങ്ങനത്തെ ഒരു ദുഷ്ടനാണെങ്കിൽ, കൊല്ലാൻ പോലും പഠിക്കാത്തവരാണെങ്കിൽ നിങ്ങളും ചിലപ്പോൾ അയാൾ കൊല്ലാൻ പോലും പഠിക്കത്തില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, എന്താണെങ്കിലും എന്റെ നേരെ ഒന്ന് കൈ പോകാണ്ട് അയാളൊന്നും മടിക്കും, കാരണം സേതുവേട്ടനുള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ പഠിച്ച കള്ളനാണെങ്കിൽ അയാൾ എന്തും ചെയ്യും. കാരണം ആ വീട്ടിലെ സ്വത്തും പണവും തട്ടിയെടുക്കുക അയാളുടെ ലക്ഷ്യമെങ്കിൽ അയാൾ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്കും തോന്നി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആ ഒരു മനസ്സോട് വിട്ടാണ് വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ ഇങ്ങനെ ആ പാടെ അസ്വസ്ഥയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പൂർണ്ണിമയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പല്ലവിക്ക് മനസ്സിലായി എന്തോ ഒരു വിഷമമുണ്ടെന്ന്. പിന്നീട് പല്ലവി എന്നിട്ട് ചോദിച്ചു, എന്താ പൂർണ്ണിമ, എന്താ വിഷമം നിൽക്കുക? ഒന്നുമില്ല, എനിക്കറിയാം ഈ മനസ്സിൽ ഓരോന്നൊക്കെ ഇരുന്ന് ആലോചിച്ച് കൂട്ടുമല്ലേ. സേതുവേട്ടന്റെ അച്ഛന്റെ മരണത്തെക്കുറിച്ചായിരിക്കും ഇപ്പൊ മനസ്സിലെ ചിന്തയല്ലേന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ പല്ലവി അതെ എനിക്കറിയാം. അതെ പൂർണ്ണിമ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സേതുവേട്ടൻ ഉള്ളിടത്തോളം കാലം സേതുവേട്ടൻ അത് പുറത്തു കൊണ്ടുവന്നിരിക്കും ഉറപ്പായിട്ടും. ഇനിയിപ്പം ഇതിന്റെ പേരില് വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയണം. പൂർണ്ണിമ ആ വിഷയം കൂടെ വിട്ടാരെ. അച്ഛന്റെ കല്യാണം അല്ലേ വരാൻ പോണേ, അച്ഛന്റെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ പൂർണ്ണിമ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ടത്, പക്ഷേ എന്റെ മനസ്സെന്തോ ഇപ്പൊ തളർന്ന പോലെയാ. എനിക്ക് തിരുമേനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരിക്കലും ഗോവിന്ദൻ ഇങ്ങനെ പറയത്തില്ല. കാരണം തിരുമേനി ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്നു മാധവേട്ടന്. അത് മാത്രമല്ല തിരുമേനി അങ്ങനെ സ്വപ്നത്തിൽ കണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാം സത്യമാണെന്ന് വേണം കരുതാനായിട്ട്. കാരണം ഇതിനു മുമ്പ് തിരുമേനി പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായിട്ടുണ്ട്. അപ്പൊ ഇതും അങ്ങനെ തന്നെയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആരാ എന്താ എന്തിനു വേണ്ടിയാ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ എന്തേലും ഒന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പുറത്തു വന്നിരിക്കും. അതോർത്തിട്ട് ഇപ്പൊ എന്താണെങ്കിലും പൂർണ്ണാമ ടെൻഷൻ അടിക്കേണ്ട, കയറി വാന്നും പറഞ്ഞിട്ട് പൂർണ്ണിമേനെ കൂടെ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ആകപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി പോയി പ്രതാപന്. പിറ്റേ ദിവസം രാവിലെ കെട്ടുവിട്ട് കഴിഞ്ഞപ്പോഴത്തേനും തലേരാത്രി നന്നായിട്ട് മദ്യപിച്ചിട്ടാണല്ലോ കിടന്നേ. അങ്ങനെ കെട്ടൊക്കെ വിട്ട് കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴത്തേനും പത്മയും കൂടി ചെല്ലുവാണ് ചായയൊക്കെ ആയിട്ട് എന്നിട്ട് ചോദിച്ചു, ഇന്നലെ എന്തായിരുന്നു ചോദിക്കുക. ഇന്നലെ രാത്രി നന്നായിട്ട് മദ്യപിച്ചായിരുന്നല്ലേ? ഒത്തിരി ഒന്നും മദ്യപിച്ചില്ല, ഞാൻ പതിവ് പോലെ മദ്യപിക്കുന്ന പോലെ മദ്യപിച്ചിട്ടുള്ളെന്ന് പറയണം. കള്ളത്തരം പറയണ്ട പ്രതാപേട്ട, നന്നായിട്ട് മദ്യപിച്ചു. ഇന്നലെ ഞാൻ കൊണ്ടുവന്ന പ്രഷറിന്റെ ഗുളിക പോലും തുപ്പിക്കളഞ്ഞെന്ന് പറയാണ്.
അതെ. എന്തൊക്കെയാ എന്നിട്ട് വിളമ്പിക്കൊണ്ടിരുന്നേ? ഞാൻ ഗുളിക മാറി തരുമെന്നോ എന്തൊക്കെയോ വിളിച്ച് പൊലമ്പുന്നുണ്ടായിരുന്നു പറയണ. ഇത് കേട്ടതും പ്രതാപനൊന്ന് ഞെട്ടി. ഞാൻ വേറെന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കാം. വേറെന്തെങ്കിലും പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങ് പോവുകയും ചെയ്തു. എനിക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചു പോയി തലയ്ക്ക്. എന്തൊക്കെയാ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്? അല്ല, പ്രതാപേട്ടൻ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. സാധാരണ ഇത് ഫിറ്റ് ആയിട്ടാണ് ഇങ്ങനെയൊന്നും പറയുന്നതല്ലോ. പ്രതാപേട്ടൻ എന്തിനും പേടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്ത്? അല്ല, എനിക്ക് തോന്നി ആ മുഖം കണ്ടു കഴിഞ്ഞ് പപ്പ എന്തിനെയോ പേടിക്കുന്നുണ്ട്. എന്തോ മനസ്സിൽ എന്തോ കള്ളത്തരം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പോലെ. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നിന്റെ വെറും തോന്നലാന്ന് പറയണേ. തോന്നലാണേ കുഴപ്പമില്ല, ഞാനും കൂടെ പറഞ്ഞോളെന്ന് പറയണേ എന്നും പറഞ്ഞ് പത്മ അങ്ങോട്ട് പോവാണ്. പ്രതാപൻ ആകെപ്പാട് ടെൻഷനായി പോയി. തന്റെ മനസ്സിൽ ആ ഭീതി കടന്നു കൂടിയിരിക്കുന്നു. ഇനിയിപ്പോ തന്റെ കള്ളത്തരം കണ്ടുപിടിക്കുവോ? അങ്ങനെ അതിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്റെ ജീവിതം തീരും. ജീവിതം മാത്രമല്ല, തന്റെ രാഷ്ട്രീയ ജീവിതം എല്ലാം തീരും. താൻ നാണം കെടും, ജയിലിലേക്ക് പോകും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തിന് ആകെപ്പാടെ സമനില ഏറ്റുന്ന പോലെ തോന്നി പ്രതാപന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.